പാനൂർ ചെറ്റക്കണ്ടിയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച സിപിഎം പ്രവർത്തകരെ തള്ളിപ്പറയാതെ പാർട്ടി ബുധനാഴ്ചത്തെ അനുസ്മരണ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടി തീരുമാനം. പാർട്ടി ഒരു ഘട്ടത്തിലും മരിച്ച സഖാക്കളെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. ആ സ്ഫോടനത്തിൽ ഇപ്പോഴും പല സംശയങ്ങളുമുണ്ടെന്നും ഇ.പി. പറഞ്ഞു. പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജുവിനെയും സുബീഷിനെയും രക്തസാക്ഷികൾ എന്ന പട്ടികയിൽ സിപിഎം ഉൾപ്പെടുത്തിയത് ഈ വർഷമല്ല. 2015-ലാണ് സ്ഫോടനത്തിൽ രണ്ടുപേരും മരിച്ചത്. ആ ഘട്ടത്തിലും പാർട്ടി പതാക പുതച്ച് രണ്ടുപേരെയും പാർട്ടി ഏറ്റെടുത്തിരുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം എന്ന പോലീസ് വാദത്തെ അന്ന് സിപിഎം എതിർക്കുകയും ചെയ്തിരുന്നു. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ പങ്കെടുപ്പിച്ച് സ്മാരകത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ വിവാദമായത്. വിവാദം കത്തിപ്പടരുമ്പോഴും ഇരുവരെയും പാർട്ടി തള്ളുന്നില്ല. മുൻ ജില്ലാ സെക്രട്ടറി പി. ജയരാജൻ രണ്ടുപേരും പാർട്ടി രക്തസാക്ഷികൾ തന്നെയെന്ന് ചൂണ്ടിക്കാണിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. ഈ സ്ഫോടനം സംശയാസ്പദമാണെന്നും ബോംബ് എറിഞ്ഞതാകാമെന്നുമാണ് LDF കൺവീനർ ഇ.പി. ജയരാജന്റെ നിലപാട്. അവിടെ ഒരു സ്ഫോടനം നടന്നു, രണ്ടുപേരും മരണപ്പെട്ടു. ആ മരണപ്പെട്ട രണ്ടുപേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന CPM-ന്റെ സജീവ പ്രവർത്തകരാണ്. അവരെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപവും പറയാൻ നാട്ടിൽ സാധിക്കില്ല. തികച്ചും സംശയാസ്പദമായിരുന്നു ആ സ്ഫോടനം. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അന്ന് ആ സംഭവസ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമഗ്രമായൊരു അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ആ സഖാക്കളുടെ രണ്ടുപേര് പാർട്ടി പ്രവർത്തകരാണ്. അവരുടെ രണ്ടുപേരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി പതാക പുതപ്പിച്ച് സംസ്കരിച്ച് 15 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 9 വർഷമായില്ലേ? അവിടെ സ്തൂപമുണ്ടാക്കി രക്തസാക്ഷി ദിനം ആചരിക്കുന്നു, സ്മരിക്കുന്നു. ഇപ്പം എന്താ ഒരു പുതിയ ബോധോദയം? ഇപ്പം എന്താ അതിൻ്റെ അടിസ്ഥാനം? ഈ 9 കൊല്ലവും ഇല്ലാത്തൊരു ചിന്തയോടുന്ന ഇപ്പോൾ വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. അവരവിടുത്തെ RSSകാരുടെ ശത്രു പട്ടികയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ഇതിനു മുൻപ് ഈ ചെണ്ടയാട് പ്രദേശം അവർക്കൊരു സ്വാധീനമുള്ള ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ ഇവർക്ക് നേരെ ഭീഷണി ഉണ്ടായിരുന്നു. ഒട്ടനവധി സംഭവങ്ങളുണ്ടായിരുന്നു. CPM പ്രവർത്തകരെ ബോംബെറിഞ്ഞും അല്ലാതെയും കൊലപ്പെടുത്തിയ നിരവധി സംഭവങ്ങളുണ്ട്. ഈ സംഭവത്തിൽ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട് എന്താണെന്നും ഇ.പി. ചോദിച്ചു. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചാരവേല നടത്തുക, അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മറ്റിപ്പോഴെന്താ ഈ പ്രശ്നത്തിന് പ്രത്യേകതയുള്ളത്? 9 കൊല്ലമായില്ലേ പ്രകടനവും പൊതുയോഗവും രക്തസാക്ഷി ദിനങ്ങളും സ്മരിക്കുന്നത്? ഇതവിടെ മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ അവസരം ലഭിക്കുമ്പോൾ CPM-നെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമല്ല. വസ്തുതാപരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കണം. മൺമറഞ്ഞു പോയ നേതാക്കളെ കളങ്കപ്പെടുത്താൻ ക്ഷമിക്കരുത്. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സ്മാരകം പണിയുന്നു എന്നായിരുന്നു KPCC പ്രസിഡന്റ് K. സുധാകരൻ അടക്കമുള്ളവരുടെ വിമർശനം. സുധാകരനാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാണ് CPM നേതാക്കൾ ഇതിനെ പ്രതിരോധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.